അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി സിദ്നി ഇൽമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, റുബ്ബ ഖാരിഇൻ വൽ ഖുർആനു യൽഅൻഹു. എത്രയോ ഖുർആൻ പാരായണക്കാരെയാണ് ഖുർആൻ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ ഹൃദയശുദ്ധിയോടുകൂടി സ്വീകരിക്കാനും സ്വീകാര്യമായ അമലുകൾ ചെയ്യാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. സ്ത്രീകളായ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുടുംബം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള തിരക്കിലും തത്രപ്പാടിലാണ് ഇങ്ങനെ കഴിയുന്നത്. അതിനോടുകൂടെ റമദാനിൽ അവതരണീയമായ പരിശുദ്ധ ഖുർആൻ എങ്ങനെ നന്നായി പാരായണം ചെയ്യാം എന്നതാണ് എൻ്റെ വിഷയം. അതിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. തജ്വീദുൽ ഖുർആൻ ഞാൻ എഴുതാം. തജ്വീദുൽ ഖുർആൻ. തജ്വീദുൽ ഖുർആൻ എന്നാൽ ഖുർആൻ പാരായണം നന്നാക്കുന്ന ശാസ്ത്രം. നമുക്കിപ്പോൾ അറിയാം, ആലിമീങ്ങളും ഇമാമീങ്ങളും ഒക്കെ പരിശുദ്ധ ഖുർആൻ വളരെ രാഗത്തോടെയും മാധുര്യത്തോടെയും ഓതുന്നതായി നമ്മൾ കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, എങ്ങനെയാണ് അവർ ഇത്രയും വളരെ സുന്ദരമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്? അത് എങ്ങനെയാണ് നമുക്കും അറിയണ്ടേ. അപ്പോൾ ഈ തജ്വീദ് നിയമം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കും പരിശുദ്ധ ഖുർആൻ നിയമം അനുസരിച്ച് തെറ്റുകൂടാതെ വളരെ നല്ല രാഗത്തോടെയും അക്ഷരശുദ്ധിയോടെയും ഓതാൻ പറ്റുകയുള്ളൂ. എങ്ങനെയെന്നാൽ പരിശുദ്ധ ഖുർആൻ, ഈ കാണുന്ന മുസ്ഹഫ്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് 114 അധ്യായങ്ങളാണ്. ഈ 114 അധ്യായങ്ങൾക്കും കൂടി ഉള്ള അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ only 28 അക്ഷരങ്ങൾ ചേരുന്നതാണ് മുസ്ഹഫ്. 30 ജുസ് അടങ്ങുന്ന നമ്മൾ പരിശുദ്ധ ഖുർആനായ മുസ്ഹഫ്. ആ 28 അക്ഷരങ്ങൾ ഞാനിവിടെ എഴുതാം. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാൽ, ദാൽ, റാ,
സായ്, സീന്, ഷീന്, സ്വാദ്, ദ്വാദ്, ത്വാ, വാ, ഐന്, ഓയിന്, ഫാ, ഖാഫ്, കാഫ്, ലാമ്, മീമ്, നൂന്, ഹാ, വാവ്, യാവ്. ഇതാണ് 28 അക്ഷരങ്ങൾ. ഈ 28 അക്ഷരങ്ങൾക്ക് ഒരു 5 നിയമങ്ങളുണ്ട്. അതാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഈ 28 അക്ഷരങ്ങൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ ഈ 28 അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനും തൻവീനും വരും. ഇരട്ട ഫത്തഹ്, ഇരട്ട ലമ്മ്, ഇരട്ട കസ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ 5 നിയമങ്ങൾ. ഈ 28 അക്ഷരങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഇങ്ങനെ മാധുര്യമുള്ളതും നല്ല സ്വരമാധുര്യമുള്ളതും നല്ല ഇമ്പമുള്ളതും രാഗത്തോടെയും എങ്ങനെയാണ് ഓതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ CD ഇപ്പോൾ വാട്സപ്പ് വഴിയായാലും യൂട്യൂബ് വഴിയായാലും നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണത് അത് നമുക്കങ്ങനെ കേൾക്കാൻ കഴിയുന്നത്? അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ചിന്തിച്ച് നമ്മൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. വളരെ ഈസിയായിട്ട് എളുപ്പ വഴിയിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ ഓതുന്നതിന് വേണ്ടി തജ്വീദ് ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പ വഴിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു അതിന് ഇരുലോകത്തും അതിന് അർഹമായ പ്രതിഫലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്പം കുറച്ച് കാര്യം, ഒരുപാട് നിയമങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാനാണെങ്കിൽ. പക്ഷേ ചുരുക്കി പറയാണ്, നമ്മൾ പരിശുദ്ധ നമുക്ക് അത്യാവശ്യം നമുക്ക് തെറ്റില്ലാതെ അർത്ഥവ്യത്യാസം വരാതെ പരിശുദ്ധ ഖുർആൻ ഓതാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷെദ്, മദ്, സുക്കൂനുള്ള ഈ അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനും തൻവീനും വരും. കുറഞ്ഞത് ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഖുർആൻ മിസ്റ്റേക്ക് ഇല്ലാതെ ഓതാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഞാൻ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. ഈ മീമിനും നൂനിനും ഷെദ് വന്നാൽ എല്ലാ അക്ഷരങ്ങൾക്കും അനുഭവിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ഷെദ് വരും. പക്ഷേ മീമിനും നൂനിനും ഷെദ് വന്നാൽ നമ്മളൊന്ന് മണിച്ച് അതിനെ ഒന്ന് കട്ടിക്ക് മണിച്ച് ഓതേണ്ടതുണ്ട്. 28 അക്ഷരത്തിൽ 2 അക്ഷരങ്ങളുടെ പ്രത്യേകത അതാണ്. മീമിനും നൂനും ഷെദ് വന്നാൽ അതിനെ നമ്മൾ മണിച്ച് ഓതണം. മീമിന് ഷെദ് വന്നാൽ ഒന്ന് മൂളി കൊടുക്കണം, മൂളി ഒന്ന് മണിക്കണം. നൂനിനായാൽ ഇത്രയൊന്ന് മൂളണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പറഞ്ഞതുണ്ട്. അതുപോലെ ഒന്ന് മൂളി ഷെദ് കട്ടിക്ക് ഹെവിയായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. ബാക്കി ഇപ്പോൾ എല്ലാ അക്ഷരങ്ങൾക്കും ഷെദ് വന്നാൽ എന്താണ് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. ബാക്കി ഇപ്പോൾ ഷെദ് വന്നാൽ ബ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതുപോലെ താക്കി ഷെദ് വന്നാൽ ത എന്ന് പറഞ്ഞാൽ മതി, മണിക്കേണ്ട ആവശ്യമല്ല. പക്ഷേ മീമിന് നൂന് ഷെദ് വന്നാൽ മണിച്ച് ഉച്ചരിക്കണം. ഇനി അപ്പോൾ ഈ അക്ഷരങ്ങളൊന്ന് ഞാൻ പറയാം എങ്ങനെ ഉച്ചരിക്കുന്നതെന്ന്. ഈ ഓരോ അക്ഷരങ്ങൾക്ക് മുന്നിലും ഒരു അലിഫ് കൊടുത്തിട്ട് ഓരോ അക്ഷരങ്ങൾക്കും സുക്കൂൻ കൊടുത്താൽ നമുക്ക് മഹറജ് മനസ്സിലാക്കാൻ കഴിയും. മഹറജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിവിടെ എഴുതാൻ കുറച്ച്. ഇപ്പം അലിഫ് കൊടുത്തിട്ട് ബാന് സുക്കൂൻ കൊടുത്താൽ അബ്. എവിടെ നിന്നാണ് നമുക്ക് ഏകദേശം മഹറജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്ന്. നമ്മളെ ഈ ഓരോ അക്ഷരം ചെന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പ വഴി ഓരോ അക്ഷരത്തിനും
സുക്കൂൻ കൊടുത്തിട്ട് ആദ്യം അലിഫ് കൊടുത്തിട്ട് സുക്കൂൻ കൊടുക്കുക. സുക്കൂൻ കൊടുക്കുമ്പോഴത്തേക്ക് എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. എവിടെ മഹറജുകൾ എവിടെയൊക്കെയാണ് ടച്ച് ചെയ്യുന്നത്, നമ്മുടെ നാവ് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണിത്. ഉണ്ടാ അബ് ആദ്യം അതുകൊണ്ട് അത്, അതുപോലെ അജ്, അത്, ഔർ, അസ്, അങ്ങനെ വരുമെന്ന് എഴുതി നിങ്ങൾ പഠിക്കണം. ഞാൻ ഉദാഹരണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് എല്ലാം വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാം കൂടെ ബുദ്ധിമുട്ടാകും. എളുപ്പ വഴി കുറേശ്ശെ പറയുന്നത് നിങ്ങൾ തുടർന്ന് അത് മനസ്സിലാക്കി അത് പഠിച്ചോണം. അതൊക്കെ ഓരോ അക്ഷരത്തിനും ഒരു അലിഫും ആ അക്ഷരങ്ങൾക്ക് സുക്കൂനും കൊടുത്തിട്ടൊന്ന് ഉച്ചരിച്ച് നോക്കണം, അതിൻ്റെ മഹ്റജ് എവിടെ നിന്നൊക്കെ പുറപ്പെടുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ 28 അക്ഷരങ്ങളോ, ഈ 28 അക്ഷരങ്ങൾക്ക് ഒരു 5 നിയമം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ 5 നിയമങ്ങൾ കേട്ടോണേ. 5 നിയമങ്ങളെന്ന് പറയുന്നത്: 1 ഇൽഹാർ വെളിവാക്കൽ, ഇഖ്ഫാ മണിക്കൽ, ഇദ്ഗാം ഉന്ന മണിക്കുന്നതോടൊപ്പം അവ്യക്തമാക്കൽ, ഇദ്ഗാം ബിലാ ഉന്ന മണിക്കാതെ അവ്യക്തമാക്കൽ, ഇഖ്ലാബ് മാറ്റിമറിക്കൽ. ഇതാണ് 5 നിയമങ്ങൾ. ഇതാണ് 5 നിയമങ്ങൾ. അപ്പോൾ ഈ 28 അക്ഷരങ്ങൾക്ക് മുന്നിലും സുക്കൂനുള്ള നൂന്, നമ്മളെ ഈ സുക്കൂനുള്ള നൂന് ഇരട്ട ഫത്തഹ്, ഇരട്ട കസറ്, ഇരട്ട ലമ്മ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അക്ഷരങ്ങൾ 28 ഉള്ളൂ. പക്ഷേ ഈ 28 അക്ഷരങ്ങൾക്ക് മുന്നിലും സുക്കൂനുള്ള നൂന്, ഇരട്ടപ്പത്ത്, ഇരട്ടക്കസ, ഇരട്ട ലമ്മ് വന്നുകൊണ്ട് ഇതാണ് നിയമം. 5 നിയമം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതൊക്കെ അക്ഷരങ്ങൾക്ക് മുന്നിൽ ഈ സുക്കൂനുള്ള നൂനും തൻവീനും വരുമ്പം വെളിവാക്കണം, ഏതൊക്കെ അക്ഷരങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഈ നൂനിനെയും തൻവീനെയും മണിച്ച് മറയ്ക്കണം, ഏതൊക്കെ അക്ഷരത്തിന് മുന്നിൽ വരുമ്പോൾ നൂനെയും തൻവീനെയും ഹെവിയായിട്ട് മണിക്കണം, ഏതൊക്കെ അക്ഷരത്തിന് മുന്നിൽ നൂനും തൻവീനും വരുമ്പോൾ മണിക്കാനും വെളിവാക്കാനും പാടില്ല, ഏതക്ഷരത്തിന് മുന്നിൽ വരുമ്പോൾ നൂനെയും തൻവീനെയും മാറ്റിമറിക്കണം. ഇതാണ് നമ്മുടെ നിയമം. ഇത് വളരെ ലഘുവായ രീതിയിൽ, സിമ്പിളായ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതിയിരിക്കും തെറ്റില്ലാതെ എന്ന് ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അള്ളാഹിനെ ഏൽപ്പിക്കുന്നു, ഓതിയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ നിയമം? നിയമം എന്ന് പറയുന്നത് നമുക്ക് 28 അക്ഷരത്തിലെ നൂൻ എന്ന് പറയുന്നത്, ആ നൂൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ പരിശുദ്ധമായ ഖുർആനെ മുഴുവനും ഈ സുക്കൂനുള്ള നൂനും, ഈ ഇപ്പം ഞാൻ അലിഫിൻ്റെ മുകളിൽ ഒരു അലിഫ് കൊടുത്താൽ നമ്മൾ ആ എന്ന് പറയും, അതിൻ്റെ മുകളിൽ ഒരു അലിഫ് കൂടെ കൊടുത്താൽ അന്നെന്ന് പറയും. ഇനി അലിഫിന് കസർ കൊടുത്താൽ ഈ എന്ന് പറയും, ഒരു കസറും കൂടെ കൊടുത്താൽ നമ്മൾ ഇന്നെന്ന് പറയും. ഇനി അലിഫിൻ്റെ മുകളിൽ ലമ്മ് കൊടുത്താൽ നമ്മൾ ഊ എന്ന് പറയും, ഒരു ലമ്മ് കൂടെ കൊടുത്താൽ ഉന്നെന്ന് പറയും. ഇതാണ് നമ്മളെ നിയമം, അൻ, ഇൻ, ഉൻ. അപ്പോൾ സുക്കൂനുള്ള നൂനും ഈ തൻവീനുമാണ് നമ്മുടെ ഈ തജ്വീദിൻ്റെ നിയമം. 28 അക്ഷരങ്ങൾക്ക് മുന്നിലുള്ള നിയമം അതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ അക്ഷരങ്ങൾക്ക് മുന്നിൽ, ഏതൊക്കെ അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനും തൻവീനും നമ്മൾ വെളിവാക്കണം, ഏതൊക്കെ അക്ഷരങ്ങൾക്ക് മുന്നിൽ നമ്മൾ മണിക്കണം, അത് പറഞ്ഞുതരാൻ പോവുകയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ഓതുമ്പോഴാണ് നമുക്ക് നിയമം അനുസരിച്ച് തെറ്റില്ലാതെ അർത്ഥവ്യത്യാസം വരാതെ പരിശുദ്ധ ഖുർആൻ ഓതാൻ സാധിക്കുന്നത്. അതിന് ഒന്നാമത്തെ 5 നിയമങ്ങൾ. ഒന്നാമത്തെ നിയമം, ഫസ്റ്റ് നിയമം, 1